ഇന്ന് ഞങ്ങൾ നിക്കണതേ നോക്കിയേ, ഞാൻ നിക്കണ സ്ഥലം നോക്കിയേ, ദേ കമ്പം തേനി മുന്തിരിയുടെ സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ, മുന്തിരിയുടെ സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്ത്. പക്ഷെ പഴുത്തിട്ടില്ല കേട്ടോ, നോക്കിയേ ചേട്ടന്മാര് എല്ലാരും മുന്തിരി കെട്ടണണ്ട. അയ്യോ മൊത്തം ഉണ്ട് കേട്ടോ, അറിഞ്ഞ് നിക്കട്ടോ നോക്കിയേ, കുറേ ചേട്ടന്മാര് കെട്ടണു. നമുക്ക് അവരുടെ അടുത്ത് പോട്ടാ. പഴുത്തിട്ടില്ലല്ലോ അണ്ണ? ആ ആയിട്ടില്ല അല്ലേ? ആ ഇത് കെട്ടാണോ? അങ്ങനെ അല്ലേ, പൊട്ടിക്കാൻ പാടില്ല കേട്ടോ, പൊട്ടിക്കരുത്, തുടർന്നോണ്ടൊന്നും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ തൊടാൻ പറ്റണം കേട്ടാ, അതൊക്കെ ഒന്ന് കാണാൻ തന്നെ എന്താ സന്തോഷം. ഓ അല്ലേ, എന്താ രസല്ലേ. ശരിക്കും സ്വർഗം തന്നെ അല്ലേ. ഇനി നമുക്ക് പഴുത്ത സ്ഥലമുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട് ശ്യാം, ആലപ്പുഴയുള്ള നെഹ്റു ട്രോഫിക്കൊക്കെ ഉണ്ടായിരുന്ന ശ്യാമിൻ്റെ വീട് ഇവിടെയാണ്, കമ്പത്താണ്. അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ ഫാമുണ്ട്, അവിടെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കാണാട്ടാ. അവർ ഇന്നത്തെ പണി കഴിഞ്ഞ് ഇതേ ഭക്ഷണം കഴിക്കാൻ പോകുന്നു കേട്ടോ. എനിക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ, പാട്ടൊക്കെ വെച്ച് നിറച്ചമ്മമാര്. അങ്ങനെ കൂട്ടുകാരെ ഞങ്ങള് മുന്തിരി പഴുത്തുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ശിവലിംഗം ഒരു വലുത് മലര മുകളില്, എന്ത് വലുതാ, അവിടെ അമ്പലം തോന്നുന്നുണ്ട്. അപ്പൊ നേരെ ഞങ്ങള് മുന്തിരി സ്ഥലത്തേക്ക് പോട്ടാ. അങ്ങനെ കയറി ഞങ്ങൾ ഉള്ളിലേക്ക് തന്നെ കയറുന്നു. അപ്പോൾ ചേച്ചിമാരൊക്കെ ഉണ്ട്. കയറി വരുന്നോടെ തന്നെ അതെ എനിക്ക് ഇങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുട്ടാ, കൊല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയ്യവാ എന്താ നോക്കിയേ, ഇങ്ങനൊക്കെ കാണാൻ പറ്റുന്നില്ല, എന്ത് രസമല്ല നോക്കിയേ. ഓ നിറച്ച് ഇങ്ങനെ പഴുത്ത് കേട്ടാ. ചേച്ചിമാരാണ് ഇവിടെ കെട്ടണത് കേട്ടാ. അവിടെ ചേട്ടന്മാരാണെങ്കിൽ ഈ ഫാമിലി ചേച്ചിമാരാണ്. കണ്ട കണ്ട ഓരോന്നും പൊട്ടിച്ച് കൊട്ടയിലാക്കണം കേട്ടാ. അപ്പോൾ നമ്മുടെ ചേച്ചിയാണ് അതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടണത്. വെട്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് വേസ്റ്റുകളൊക്കെ ഉണ്ടായില്ല, ഇങ്ങനെ പൊട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെട്ടി കത്രിക കൊണ്ട് വെട്ടിയിട്ട് നമ്മളൊരു ബോക്സിലാക്കും. അപ്പോൾ എന്ത് രസമാണെന്ന് പറയും, മുന്നിൽ തന്നെ വെച്ച് വെട്ട, ആവശ്യത്തിന് കഴിക്കുക, അടിപൊളി. എങ്ങനെയുണ്ട്? ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇത് ഉണ്ടോ, ഒരു പഴമാണത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരവേദന പിന്നെ സൂപ്പൊക്കെ ഉണ്ടാക്കാം. ഇതൊരു എണ്ണം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, അവിടെ ചേച്ചിണ്ടാക്കണം. പിന്നെ മുന്തിരി ബോക്സ് ഇവിടെ റേറ്റ് 250 ആയിട്ട് ഒരു ബോക്സ് 5 കിലോ. ആ ഇത് ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മള് എന്താ പറയുന്നേ, എരുണ്ട്. ആ രസം കുടിക്കണ ഫീലിങ് അത്. ചോദിക്കാം പിന്നെ ഇവര് തന്നെ ഉണക്കിയിട്ടുള്ള പാക്കിംഗ് ആയിട്ടുള്ള മുന്തിരി, അവരെന്നെ ഉണക്കിയിട്ടുള്ള മുന്തിരി കൈ ഉണ്ടാ അവരെന്നെ ഉണക്കിയിട്ടുള്ള മുന്തിരി അവിടെ മുന്തിരി ഇട്ടോ. കഴിച്ചേ പൊട്ടിച്ച് കൊടുക്കണം. അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങള് ഫാമും ചെടികളൊക്കെ കണ്ട് മുന്തിരിയൊക്കെ വാങ്ങിച്ച് ഒരു എന്നിട്ട് അതിന് പറയാ സൂപ്പൊക്കെ കുടിച്ച് ഞങ്ങള് എന്തായാലും കമ്പത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് നാട്ടിലേക്ക് പോട്ടാം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്.
അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട എന്താ പറയാ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ വന്നേ, ടാറ്റ കൊടുത്തേ, ബൈ പറഞ്ഞേ, ഏതാ പറഞ്ഞേ.